എല്ലാവർക്കും ഡിവൈൻ പെറ്റാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒത്തിരി നാളായി വീഡിയോ ഇട്ടിട്ട്, ഒത്തിരി തിരക്കുകളായി പോയി. നമുക്കിടയ്ക്കിടയ്ക്ക് പുതിയ വീഡിയോസ് ഇടാൻ നോക്കാം, തീർച്ചയായിട്ടും നോക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടോപ്പിക്ക് കുറച്ച് കോൺട്രവേഴ്സിയിലായിരിക്കും. ഒത്തിരി മെയിൽ പെറ്റാസിനെ നമുക്കൊരു ടാങ്കിൽ വളർത്താൻ പറ്റുമെന്നാണ് ഞാൻ ചോദിച്ചേക്കുന്നത്, ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പ്രാക്ടിക്കൽസ് ചെയ്ത് നോക്കി, വിജയിച്ചു. പക്ഷേ അതിലൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനത് ആദ്യം നമുക്ക് നമ്മുടെ കണ്ടൻറ്റിലേക്ക് കയറി നമ്മളത് കാണിച്ചു തരാം. അതിനുശേഷം ഞാൻ അതിനകത്ത് ട്വിസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ വണ്ടർ പോണ്ട്, നമ്മുടെ മെയിൽ ബെറ്റാസ് ഒരുമിച്ച് താമസിക്കുന്ന ഡിവൈൻ ബെറ്റാസ് ഫാമിലി പരീക്ഷണശാല എന്ന് പറയാം. അപ്പോൾ ഇതിൽ ഞാൻ RGBGയുടെ ബാച്ചിൽ ഒരു 21 മെയിൽസിനെ തൊട്ടടുത്തുള്ള കുളത്തിൽ വളരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ പിടിച്ചിങ്ങോട്ട് ഇട്ടതാണ്. ഇവരെല്ലാവരും ഇപ്പോൾ 2 ആഴ്ചയോളമായി. ഇവിടെ ഒരു പ്രശ്നമില്ല. അവർ സീനിയർ ആൾക്കാർ 4 മൂലയ്ക്കും ബബിൾ നെസ്റ്റൊക്കെ കെട്ടി അവരുടെ ടെറിട്ടറി ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളവർ ചെറിയ വഴക്കുണ്ടാക്കി അവരങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോളും. ഫൈറ്റിങ്ങിനൊന്നുള്ളൊരു പ്രശ്നമില്ല. അപ്പം ഒരു വലിയ പോണ്ട്, നമുക്ക് നല്ല സ്പേസ് ഉള്ളൊരു പോണ്ടുണ്ടെങ്കിൽ മെയിൽ ബെറ്റാസിനെ നമുക്ക് ഒരുമിച്ചിടാം. ഇതാണ് അതിൻ്റെ ഒരു പ്രൂഫ്. അപ്പോൾ നമുക്ക് നേരിട്ട് കാണിച്ചു തരാമല്ലോ. പറച്ചിൽ മാത്രമല്ല, നമ്മൾ ചെയ്ത് കാണിച്ചു തരുമ്പോഴാണല്ലോ അതിൻ്റെ പ്രൂഫാവുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് കണ്ട് നമുക്ക് ബബിൾ നെസ്റ്റ് കാണാം. 4 മൂലയ്ക്കുണ്ട് കേട്ടോ. അപ്പോൾ അവർ നെസ്റ്റ് ഉണ്ടാക്കുന്നത് അത് ഏറ്റവും സീനിയർ ടീംസ് ആയിരിക്കും ഏറ്റവും ആദ്യം ടെറിട്ടറി ഉണ്ടാക്കുക. ഇവർ ഈ ബബിൾ നെസ്റ്റ് എന്ന് പറയുന്നത് ബ്രീഡിങ്ങിന് വേണ്ടി മാത്രമല്ല, അവരുടെ ഒരു ടെറിട്ടറി മാർക്കിങ്ങും കൂടെയാണ്. അപ്പോൾ ബാക്കി ജൂനിയേഴ്സ് അങ്ങോട്ട് വരണ്ട, അത് അവരുടെ ഏരിയ ആണെന്ന് അവർ മാർക്ക് ചെയ്യുന്നതാണ്. കണ്ടില്ലേ? ഇപ്പോൾ ഇതൊക്കെ ഒരു സീനിയർ ആൾക്കാരല്ല, അതിൽ ജൂനിയേഴ്സ് ടീംസാണ്. അവരതിനകത്ത് വലിയ പ്രശ്നമില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് വളർന്നവരായതുകൊണ്ട് അവരങ്ങനെ അങ്ങ് നടന്നോളും. വേറെ ഒരു പ്രശ്നമില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു ചെറിയ പോണ്ടല്ല. നമ്മളൊരു പ്രൈസിനെല്ലാം കൂടെ ഒരുമിച്ചൊരു ബാച്ച് വളർത്തുന്ന ഇത്രത്തോളം സൈസുള്ളൊരു ടാങ്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവരെല്ലാവരും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയത്. തീരെ ചെറുതാണെങ്കിൽ അവരെന്തായാലും അടികൂടും. ഇപ്പോൾ സംഭവം നമ്മൾ മീനുകൾ കിടക്കുന്നുണ്ടോ, മെയിൽ പെറ്റാസ് കിടക്കുന്നുണ്ടോ, ഞാൻ പറഞ്ഞ അതെല്ലാം ഒരേ ബാച്ചിലെ ആൾക്കാരാണ്. ഇതിൽ ട്വിസ്റ്റിലോട്ടാണ് വരുന്നത്. ഇതെല്ലാം ഒരേ ബാച്ചിൽ ഒരുമിച്ച് വളർന്നവരാണ്. മാത്രമല്ല, ഇവരെ ഞാൻ ബോട്ടിൽ ചെയ്ത ആൾക്കാരല്ല. ഒരു ടാങ്കിൽ മെയിൽ പെറ്റാസിനെ മാത്രം ഒരുമിച്ച് കിടന്നുകൊണ്ടിരുന്ന ഒത്തിരി മീനുകളുടെ കൂടെ കിടന്ന മെയിൽസിനെ, സെലക്റ്റഡ് മെയിൽസിനെ മാത്രം 10-20 എണ്ണത്തിന് ഞാൻ വേറൊരു വലിയ ടാങ്കിലേക്ക് വിട്ടു നോക്കിയതാണ്. അവരവിടെ കുഴപ്പമില്ലാണ്ട് കിടന്നു, നമ്മൾ കണ്ടു. പക്ഷേ നമ്മളിവരെ ബോട്ടിൽ ചെയ്ത ശേഷം 2 ദിവസം ബോട്ടിലിങ് ചെയ്തിട്ട് പിന്നെ ഇതുപോലെ ടാങ്കിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ഇത് വർക്കൗട്ട് ആവില്ല. അവരടി കൂടും. ഇവിടെ അടി കൂടി. ഞാൻ ട്രയൽസ് എടുത്ത് ഞാൻ പാളിപ്പോയി. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടില്ല കേട്ടോ, 2-3 പേര് ഇട്ടുള്ളൂ. അപ്പോൾ അവർ അടി തുടങ്ങുക. അപ്പോൾ ബോട്ടിലിങ് ചെയ്ത ശേഷം നമുക്ക് ഒരുമിച്ചിടാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും വലിയ ടാങ്ക് ആണെങ്കിൽ അവർ ഒരുമിച്ച് കിടന്നോളൂ. അവരെല്ലാവരും ഒരു ടെറിട്ടറി ഉണ്ടാക്കിയിട്ട് ഓരോ ടെറിട്ടറിയിൽ അവരങ്ങ് കുടിക്കോളും. അപ്പം അത് നമ്മൾ കണ്ടു. ഒരു 10 ദിവസം അല്ല 2 ആഴ്ചയോളം അവരവിടെ കിടന്നു കേട്ടോ. 2 ആഴ്ചയോളം കുഴപ്പമില്ലാണ്ട് കിടന്നു. അതിനുശേഷം പിന്നെ നമ്മൾ ബോട്ടിൽ ചെയ്തു. നമ്മൾ വെറുതെ ഇട്ട് ടാങ്ക് വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ് അതിലെ കാര്യം. ഇത് വേറൊരു ബാച്ചാണ്. ഇതും RGBG തന്നെയാണ്. ഇവരെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ഇത് മെയിലും ഫീമെയിൽസും എല്ലാം ഒരുമിച്ച് കിടക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഓൾറെഡി ഇങ്ങനെയുള്ള ബാച്ച് അതിനകത്ത് ഒരുമിച്ച് വളരും കേട്ടോ. അത് നമുക്ക് നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ട് പല വീഡിയോസിലായിട്ട്. അവരെങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് കൗണ്ട് കൂടുതലായതുകൊണ്ടും മെയിൽ ഫീമെയിൽസ് എല്ലാം ഒരുമിച്ചായതുകൊണ്ടും ചെറുപ്പം തൊട്ടേ ഒരുമിച്ച് കണ്ട് വളരുന്നതുകൊണ്ടും അവർ തമ്മിൽ വലിയ പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ലാണ്ട് ബോട്ടിലിംഗ് സ്റ്റേജ് വരെ നല്ല രീതിയിൽ ഒരുമിച്ച് കിടന്നോളും. അതിൻ്റെ അടുത്തൊരു ടാങ്ക് രണ്ടും കൂടെ കാണിച്ചു തരാം. ഇതും RGBGയിൽ കുറച്ചും കൂടെ ഗോൾഡ് കയറിയ ഒരു RGBGയും കൂടെ മിക്സ് ചെയ്തൊരു ബാച്ചാണ്. അപ്പം ഇതൊക്കെ ഒരുമിച്ച് കിടക്കുന്ന കണ്ടില്ലേ, ഫുൾ കളർഫുള്ളാണ്. അവരെല്ലാം ഒരുമിച്ച് കിടന്നോളും, നമുക്ക് ഒരു പ്രശ്നമില്ല. പിന്നെ ഒരു പ്രാവശ്യം ബോട്ടിലിംഗ് ചെയ്താൽ പിന്നെ നമുക്ക് ഒരുമിച്ചിടാൻ പറ്റില്ല, നമ്മൾ അവിടെ പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ ബോട്ടിലിംഗ് ചെയ്ത് വെച്ച് കുറച്ച് ടീംസിനെ കാണിച്ചു തരാം. നമുക്ക് നടുക്കൊരു പാർട്ടീഷൻ വെക്കും. അപ്പോൾ പാർട്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഗ്രസീവ്നെസ് പോകാണ്ടിരിക്കും. നമ്മൾ പിന്നെ നമ്മളൊരു വീഡിയോ എടുക്കുന്ന സമയത്താണെങ്കിലും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ടിരുന്നാൽ പിന്നെ അവർ ഫ്ലെയർ ചെയ്യുന്ന പറ്റില്ല. അപ്പോൾ നമ്മളൊരു പാർട്ടീഷൻ വെച്ച് കൊടുക്കുക. ആദ്യം നമ്മൾ RGBG കണ്ടു. നമ്മുടെ ഒരു FCCP ബാച്ചാണ്. നമ്മുടെ സ്റ്റാർ ടൈലുകൾ അടിപൊളി സ്റ്റാർ ടൈൽ ടീംസുകളാണ്. കുറച്ച് മ്യൂസിക്കൊക്കെ ഇട്ട് നിങ്ങൾ കുറച്ച് ഫ്ലെയറിങ് വീഡിയോസും മീനുകളൊക്കെ കാണിച്ചു തരണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മ്യൂസിക്കൊന്നും വിശ്വസിച്ചിടാൻ പറ്റുന്നില്ല. ഞാൻ തന്നെ വേണമെങ്കിൽ പാടിത്തരാം. എല്ലാം കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുവാണ്. പിന്നെ നമുക്ക് അതിൻ്റെ പുറകെ നടക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് നമുക്ക് മ്യൂസിക്കൊന്നും ഇല്ലാണ്ട് എൻ്റെ വാചകവാടി മാത്രം കേട്ടുകൊണ്ട് കുറച്ച് മീനുകളെ കാണിച്ചു തരാം. ഇത് ഹെൽ ബോയ്സാണ്, ഹെൽ ബോയ് ജുവനൈൽസാണ്.
അമ്മമാരും കുറച്ച് നേരം ക്ലിയർ ചെയ്യട്ടെ അല്ലേ, നിങ്ങൾ കാണിച്ചു തരാമല്ലോ. ഇനി കുറച്ച് മൾട്ടി കളർ, നമ്മുടെ ഗാലക്സി മൾട്ടി കളർ കാണിച്ചു തരാം. അതൊക്കെ നമ്മുടെ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാം. വാട്സാപ്പ് നമ്പറൊക്കെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് സെയിൽസിന് വേണ്ടിയിട്ട് അപ്ഡേറ്റ്സുകൾ വരുന്നത്. അപ്പോൾ അതിൽ ഓക്കെ ആണെങ്കിൽ നമ്മുടെ പ്രൈസിങ് ഒക്കെ ഓക്കെ ആണെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇടാൻ അതിഭീകര മോട്ടിവേഷൻ എന്ന റാന്നിയിലുള്ള വിജയ്ക്കും, പത്തനംതിട്ടയുള്ള അനന്തുവിനും, ചാലക്കുടിയിലെ ജിമ്മി ചേട്ടനും, ആലുവയിലുള്ള എൽദുപ്രയ്ക്കും ഞാൻ കടുത്ത നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി ഒരുപാട് വീഡിയോസ് നമ്മുടെ ഫാമിലി ചെയ്യാനുണ്ട്. ഒത്തിരി പുതിയ വെറൈറ്റി ബെറ്റാസിനെ കുറിച്ച് പറയാനുണ്ട്. നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ടാട്ടോ ഒന്നും ഇടാത്ത. ഒരുപാട് തിരക്കുകളായിപ്പോയി, ലൈഫ് കുറച്ച് എക്സ്ട്രാ ബിസി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സമയം ഉണ്ടാക്കി നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മൾ വീഡിയോസ് ഇടും. ഓക്കെ, നിങ്ങളുടെ മോട്ടിവേഷനാണ് എൻ്റെ കരുത്ത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായി. നമ്മൾ അടുത്ത ആഴ്ച എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എത്രയും പെട്ടെന്ന് ഒരു നല്ല ടോപ്പിക്കായിട്ട് നമുക്ക് വരാം. അപ്പോൾ നിങ്ങളും സജസ്റ്റ് ചെയ്യുക, നമുക്ക് ഏത് ടൈപ്പ് ടോപ്പിക്ക് വേണോ, ഏതെങ്കിലും ബെറ്റർ വെറൈറ്റിയെക്കുറിച്ചുള്ള വീഡിയോസ് വേണോ, അതോ കോമൺ ആയിട്ടുള്ള ഐറ്റംസ് വേണോ, നിങ്ങൾ ടോപ്പിക്ക് സജസ്റ്റ് ചെയ്യുക. നമ്മൾ അതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഡിവൈൻ ബെറ്റാസിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫേസ്ബുക്ക് അക്കൗണ്ടും ഒക്കെ ഉണ്ട്. അതിനകത്തൊക്കെ എല്ലാം നമ്മുടെ അപ്ഡേറ്റ്സ്, നമ്മുടെ പുതിയ പുതിയ മീനുകളുടെ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഫോളോ ചെയ്യാത്തവർ അത് ഫോളോ ചെയ്യുക. നമ്മുടെ ചാനലിനെ കുറിച്ചും പറ്റുന്നവരോടൊക്കെ പറയുക. ഒത്തിരി ഇൻഫർമേഷൻസ് നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, നമുക്കിനിയിപ്പോൾ ഒരടുത്ത വീഡിയോയിൽ കാണാം, പുതിയൊരു കണ്ടൻറ്റുമായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും സ്നേഹം. ബൈ.